എടച്ചേരി ജമീല കൊലക്കേസിലെ പ്രതി 25 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. എടച്ചേരി പോലീസിന്റെ അതിവിദഗ്ധമായ നീക്കത്തിനൊടുവിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമീദ് കാസർഗോഡ് ആദൂരിൽ നിന്നും പിടിയിലായത്. 2021 ഓഗസ്റ്റിലാണ് എടച്ചേരിയെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. എടച്ചേരി സ്വദേശിനി ജമീലയെ തലക്കടിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തിയ ശേഷം നാടുവിട്ട ഭർത്താവ് ഹമീദാണ് പിടിയിലായത്. കാസർഗോഡ് ജില്ലയിലെ ആദൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് എടച്ചേരി പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. ആദൂരിൽ മത്സ്യവിൽപ്പനക്കാരനായി ജീവിച്ചു വരികയായിരുന്നു. എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ 2001 രജിസ്റ്റർ ചെയ്ത ഒരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു. 302 പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. അന്ന് സ്വന്തം ഭാര്യയായിട്ടുള്ള ജമീലെ കൊലപ്പെടുത്തി ഒരു കേസായിരുന്നു അത്. അതിൽ പ്രതി എന്ന് പറയുന്ന ആൾ, ഹമീദ് എന്ന് പറയുന്ന ആൾ, അന്ന് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയതാണ്. അന്ന് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതി വിവിധ സ്ഥലങ്ങളിൽ അതിനുശേഷം ഒളിവിൽ കഴിഞ്ഞ് മാറി താമസിച്ചു വരികയായിരുന്നു. നിരന്തരമായിട്ട് പോലീസ് പ്രതിയുടെ പിന്നാലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രതിയാണ് ഇന്ന് നമ്മൾ കാസർഗോഡ് ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. 25 വർഷത്തിന് ശേഷമാണ് പ്രതി അറസ്റ്റിലാവുന്നത്. 2001 രജിസ്റ്റർ ചെയ്ത കേസാണ്, മർഡർ കേസാണ്, ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു കേസാണ്. അതിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ പോലീസ് നിരന്തരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങൾ, അത് സ്ക്വാഡ് ടീം, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം, മറ്റ് പലവിധ വിഭാഗങ്ങൾ ഈ പ്രതിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരമാണ് ഇന്ന് വടകര ഡിവൈഎസ്പിയുടെ ടീമിൽ എടച്ചേരി ഇൻസ്പെക്ടറും അതുപോലെ സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഇനി ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് അയാൾ ഇത്രയും കാലം എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടതുണ്ട്. കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. ഞാൻ പത്രവിതരണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് സാധാരണ രീതിയിൽ ഉമ്മ സുബഹി നിസ്കരിച്ചിട്ട് ഇവിടെ ഉറങ്ങാറുണ്ട്. അപ്പം ഉമ്മയെ തട്ടി വിളിച്ച് ഞാൻ കുളിക്കാനൊക്കെ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉമ്മ എഴുന്നേറ്റിട്ടില്ല. കുറേ പ്രാവശ്യം തട്ടി വിളിച്ചിട്ട് എഴുന്നേക്കാതായപ്പം പേടിയായി. അപ്പം ചെറിയ പ്രായമല്ലേ, അപ്പുറത്തുള്ള ഇത്തയെ വിളിച്ചുകൊണ്ട് വന്നു. ഇത്ത വിളിച്ചിട്ട് എഴുന്നേക്കാതായി. പിന്നെ ഞാൻ അടുത്തൊന്നും ഫോണില്ലാത്തത് കൊണ്ട് എൻ്റെ കാരണവർ മാമനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇയാളുടെ വീട്ടിൽ തന്നെ പോകേണ്ടി വന്നു. അയാളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വിളിച്ച് പറയുന്നത് പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ പോലീസുകാരുണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കാരണവരും അവരൊക്കെ എത്തി. പിന്നെ എൻ്റെ നേരെ ജ്യേഷ്ഠനും വന്നു. അവനും പത്രം ഇടാൻ തന്നെ പോകും. ഇത്രയും കാലം പോലീസിനെ വെട്ടിച്ച ഒളിവിൽ കഴിഞ്ഞ ഇയാളെ പിടികൂടുക എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഒടുവിൽ പ്രതിയുടെ പഴയ ഫോട്ടോയും നിലവിലെ സൂചനകളും കേന്ദ്രീകരിച്ച സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കമാണ് വിജയത്തിലെത്തിയത്.